എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശത്തെക്കുറിച്ചാണ് ഇന്ന് വിലയിരുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങൾ 6 ഒന്ന്, റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം. 4, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ലാസ്റ്റ് 6, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിൽ ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ്, റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം കൂടിയാണ് സമത്വത്തിനുള്ള അവകാശം. ഇതിൽ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിനു മുമ്പിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇതിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ഈസ് ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ നിയമത്തിൻ്റെ മുന്നിൽ സമത്വമെന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. ദ കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഈസ് ബോറോഡ് ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 15 പ്രകാരം ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ആർട്ടിക്കിൾ 15 വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുകയാണ് ഇന്ത്യൻ ഭരണഘടന. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവസര സമത്വം ഉറപ്പു നൽകുന്ന മൗലിക ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. നെക്സ്റ്റ് ആർട്ടിക്കിൾ 17 ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓർ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനം, തൊട്ടുകൂടായ്മ ഇല്ലാണ്ടാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇതുപ്രകാരം 1955 അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്, തൊട്ടുകൂടായ്മ നിരോധന നിയമപ്രകാരം അയിത്തം
ഏതെങ്കിലും രീതിയിലുള്ള അയിത്തം ആചരണം ശിക്ഷാർഹമാക്കി മാറ്റിയിട്ടുണ്ട്. നിയമം മൂലം ശിക്ഷാർഹമാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ബഹുമതികൾ ഒഴിവാക്കൽ. ബഹുമതികൾ ഒഴിവാക്കലാണ് ആർട്ടിക്കിൾ 18 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ പരാമർശിക്കുന്നത്. പട്ടാള ബഹുമതികളും മറ്റ് വിദ്യാഭ്യാസ ബഹുമതികളുമൊഴികെയുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് 18-ാം വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്നും ഏതെങ്കിലും ബഹുമതി സ്വീകരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീൻ 6 ടൈപ്പ് ഓഫ് ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലെ 19-ാം വകുപ്പ് പ്രകാരം 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. അതിലൊന്നാമത്തേത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംഭാഷണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. രണ്ടാമത്തേത് ഫ്രീഡം ഓഫ് അസംബ്ലി, സമ്മേളന സ്വാതന്ത്ര്യം. സമാധാനപൂർവമായിട്ട് നിരായുധരായിട്ട് മാത്രമേ സമ്മേളനത്തിനുള്ള അവകാശം നമുക്ക് അനുഭവിക്കാൻ സാധ്യമുള്ളൂ. 3 ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടനാ സ്വാതന്ത്ര്യം. 4 ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. 5-ാമത്തേത് ഫ്രീഡം ഓഫ് റെസിഡൻസ്, പാർപ്പിട സ്വാതന്ത്ര്യം. ലാസ്റ്റ് വൺ 6-ാമത്തേത് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു ഫ്രീഡം അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 20 പ്രകാരം പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പ്രകാരം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 21 21-ാം വകുപ്പ് പ്രകാരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 22 പ്രകാരം ആർട്ടിക്കിൾ 22 പ്രകാരം പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, ആർട്ടിക്കിൾ 22 പ്രകാരം അന്യായമായ അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കൽ വെക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നു. അടുത്ത 3-ാമത്തെ മൗലിക അവകാശത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളിലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 23 അതായത് ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ബോണ്ടഡ് ലേബർ ലൈക്ക് ബഗർ, അസാൻമാർഗിക ചെയ്തികളെയും അടിമപ്പണിയെയും മറ്റു നിർബന്ധിത
തൊഴിലുകളെയും നിരോധിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനക്കകത്ത് മൗലികാവകാശമായിട്ടുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലെ ആർട്ടിക്കിൾ 23 അസാൻമാർഗിക ചെയ്തികളെയും അടിമപ്പണികളെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. ഈ ആർട്ടിക്കിളാണ് 23ാമത്തെ മൗലികാവകാശം. ആർട്ടിക്കിൾ 24 പ്രകാരം ആർട്ടിക്കിൾ 24 പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് 14 ഇൻ ഫാക്ടറീസ്, മൈൻസ് ഓർ എനി ഹസാർഡിയസ് വർക്ക്സ്. ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ, അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലകളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്നു. ബാലവേലക്ക് നിരോധിക്കുന്ന ആർട്ടിക്കിളാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലോ ഖനികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടം പിടിച്ച മേഖലക്കകത്ത് കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അടുത്ത 4ാമത്തെ മൗലികാവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 to 28 മെൻഷൻ അബൌട്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇറ്റ് എൻഷ്യൂർ ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് പെർമിറ്റ് ടു ഓൾ സിറ്റിസൺ. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിലൂടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത്. ഇറ്റ് അലോ ദ പേഴ്സൺ ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഇതുപ്രകാരം ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് എന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമെന്ന മൗലിക അവകാശത്തിലൂടെയാണ്. ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ആണിക്കല്ലാണ് ഈ മൗലിക അവകാശങ്ങൾ. ഏതായാലും നമുക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശം പരിശോധിക്കാം. ആർട്ടിക്കിൾ 25 പ്രകാരം ഫ്രീഡം ഓഫ് കോൺസയൻസ് ആൻഡ് റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ആർട്ടിക്കിൾ 25 പ്രകാരം ഏതൊരു വ്യക്തിക്കും അവൻ്റെ മനസാക്ഷിക്കനുസരിച്ചുള്ള പ്രവർത്തിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്നു. ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ആ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നു. ആർട്ടിക്കിൾ 26 പ്രകാരം 26 പ്രകാരം റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫെയർ ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 26 പ്രകാരം മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 27 പ്രകാരം ആർട്ടിക്കിൾ 27 പ്രകാരം prohibits paying tax for the promotion or maintenance of any particular religion. ആർട്ടിക്കിൾ 27 വകുപ്പ് പ്രകാരം
ആർട്ടിക്കിൾ 27 പ്രകാരം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കരുത്. ആർട്ടിക്കിൾ 28 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ 28ാം വകുപ്പ് പ്രകാരം പ്രൊഹിബിറ്റ്സ് ഇമ്പാർട്ടിംഗ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28ാം വകുപ്പ് നിരോധിക്കുന്നു. ഒരു മതനിരപേക്ഷ സ്ഥാപനമെന്ന നിലയിൽ രാഷ്ട്രത്തിൻ്റെ ധനം ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനങ്ങൾ നൽകുന്നതിന് 28ാം വകുപ്പ് വിലക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 28ാം വകുപ്പിൻ്റെ പ്രത്യേകത. 5ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 5ാമത്തെ മൗലിക അവകാശം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 ആർട്ടിക്കിളുകളിലാണ്, വകുപ്പുകളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 29 പ്രകാരം adequate protection to minorities as regards their language, script and culture. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാഷയ്ക്കും ലിപിക്കും സംസ്കാരത്തിനും മതിയായ സംരക്ഷണം ഉറപ്പു നൽകുമെന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്ന വിഭിന്നമായ ഭാഷയും ലിപിയും അല്ലെങ്കിൽ തനതായ സംസ്കാരമുള്ളവരുമായിട്ടുള്ള പൗരവിഭാഗങ്ങൾക്ക് തനിമ നിലനിർത്തുന്നതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 പ്രകാരം all minorities have the right to establish and administer educational institutions of their choice. ആർട്ടിക്കിൾ 30 പ്രകാരം മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്പെട്ട പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 30 ഭാഷാപരമായിട്ടോ മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നടത്തുന്നതിനുമുള്ള അവകാശമാണ്. 5ാമത്തെ മൗലിക അവകാശമായിട്ടുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രകാരം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശപ്രകാരം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മതിയായ സംരക്ഷണമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് 2 ആർട്ടിക്കിളുകളിലൂടെ, ആർട്ടിക്കിൾ 29 ആൻഡ് 30. 6ാമത്തെ മൗലികാവകാശം, ഏറ്റവും അവസാനത്തെ, അതായത് 6ാമത്തെ മൗലികാവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം. ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശമാണിത്. ഈ മൗലികാവകാശമില്ലെങ്കിൽ മറ്റുള്ള മൗലികാവകാശങ്ങൾ അർത്ഥമില്ലാത്തതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഡോക്ടർ അംബേദ്കറുടെ അഭിപ്രായത്തിൽ
Dr. Ambedkar considered this right as hearts and soul of the Constitution. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശത്തെയാണ്. ദിസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എൻഷുർ ദ എൻജോയ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ഓൾ ഇൻഡിവിജ്വൽ. ഇന്ത്യൻ ഭരണഘടനക്കകത്തുള്ള മൗലികാവകാശങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തുന്നതിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇഫ് എനി ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് വയലേറ്റഡ്, ദി സിറ്റിസൺ ക്യാൻ അപ്രോച്ച് ദ ഹൈ കോർട്ട് ഓർ സുപ്രീം കോർട്ട് ടു ഗെറ്റ് ഇറ്റ്. ഈ അവകാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ ആരെങ്കിലും ലംഘിക്കപ്പെട്ടാൽ, ആരുടെയെങ്കിലുമൊക്കെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിച്ചുകൊണ്ട് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശത്തിൻ്റെ പ്രാധാന്യം. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഇതുപ്രകാരം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിക്കൊണ്ട് ഏതൊരു ഇന്ത്യൻ പൗരനും ആർട്ടിക്കിൾ 32 പ്രകാരം പുനഃസ്ഥാപിക്കാൻ പറ്റും. രണ്ട് കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും. ആർട്ടിക്കിൾ 32 പ്രകാരം സിറ്റിസൺ ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം. ആർട്ടിക്കിൾ 226 പ്രകാരം ക്യാൻ അപ്രോച്ച് ഹൈക്കോർട്ട്. ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 32 പ്രകാരം സുപ്രീം കോടതിയെയും 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിച്ചുകൊണ്ട് മൗലികാവകാശം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് 6 പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.